morning guys. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി നാഷണൽ ഡേ 53rd ഈദ് അൽ എത്തിഹാദ്. അപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ മുമ്പേ വീഡിയോ ഇട്ടിരുന്നു നമ്മളുടെ ഇഫ്താറിൻ്റെ വ്ളോഗ് നാസ് ഫാമിലീൻ്റെ. അപ്പോൾ നാസ് ഫാമിലീൻ്റെ പാർട്ടി ഉണ്ട്, കാരണം നാഷണൽ ഡേൻ്റെ ആണ് കേട്ടോ പാർട്ടി. അപ്പം നമുക്ക് ബാക്കി ഇനി ക്രൂസിൽ കയറിയിട്ട് കാണാം. അപ്പൊ ഇതാണ് നമ്മളെ ക്രൂസ്, ഇതിലാണ് നമ്മൾ പോവാൻ നിൽക്കുന്നത് കേട്ടോ. ഒഫീഷ്യലി ആയിട്ടുള്ള ജനറൽ ബോഡിയും കാര്യങ്ങളും ഒന്നുമല്ല നമ്മൾ നിൽക്കുന്നത്. ജസ്റ്റ് ഒരു ഗെറ്റ് ടുഗദർ, നമ്മൾ പരസ്പരം പുതിയ പുതിയ മെമ്പേഴ്സ് വരുന്നതും അവരെ ഒന്ന് പരസ്പരം മനസ്സിലാക്കുകയും പിന്നെ നമ്മൾ നമ്മുടെ നാടിന് വരുന്ന യുവത്വങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും, എന്ത് അറിവുകൾ അവർക്ക് പകർത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാക്കി. നമ്മളിപ്പം കുറെ നാൾ കൊണ്ടിട്ട് ആകെ ചെയ്യുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യമുള്ള ഇഫ്താർ പരിപാടി മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് കൂടുതൽ ജനറൽ ബോഡി മീറ്റിംഗ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗ്യാതറിങ്സ് നമുക്ക് വേണമെന്ന് എക്സിക്യൂട്ടീവ്സിൽ പല പ്രാവശ്യവും സംസാരിച്ച അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മളിവിടെ അറേഞ്ച് ചെയ്തത്. ആദ്യമായി ഇവിടെ നമ്മള് ക്ഷണം സ്വീകരിച്ച് നാസിന്റെ അംഗമായി വന്ന ശ്രീ റിയാസ് ഹക്കീമിനെ വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ തന്നെ ആദരിക്കുകയാണ്. നമ്മുടെ അനൗൺസറിനെ വിട്ടുപോയാണ്. അതിനുശേഷം നമ്മുടെ പരിപാടി തുറന്നു തുടങ്ങുകയാണ്. എന്റെ വീഡിയോയിൽ കണ്ടു കാണുമല്ലേ കുറച്ചുപേര്, ഞാൻ നടറക്കാരനാണ്. പലരും വിചാരിക്കുന്നത് ഞാനേതോ മലബാറുകാരനെന്നാണ്. വീഡിയോസിലൂടെയൊക്കെ നമ്മളെ കോണ്ടന്റ് കാണുമ്പോൾ പലപ്പോഴും ഒരു തെക്കന്റെ കോണ്ടന്റ് ആയിട്ട് തോന്നൂല എന്നൊക്കെ ചിലർ പറയും. ഏതോ മലപ്പുറക്കാരനോ കോഴിക്കോടോ. ഞാനെങ്ങനെ കഴിഞ്ഞ വർഷം ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലഞ്ച് സമയത്ത് ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഒരു വ്യക്തി ഒന്ന് ചോദിച്ചു, എവിടെയാണ് സ്ഥലം? മലബാറിൽ എവിടെയെന്ന് ചോദിച്ചപ്പോ മലബാറിൽ തിരുവനന്തപുരത്ത് തോന്നുന്നു. തിരുവനന്തപുരത്ത് എവിടെയെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് വർക്കല എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു തേയിലയുടെ ആരാന്ന് ചോദിച്ചു. സത്യം. അപ്പോ ഞാൻ പറഞ്ഞു അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നിങ്ങള് സംസാരിക്കുന്നതും നടക്കുന്നതും കണ്ടപ്പോ നമുക്ക് അവിടെ ഒരു തേയില മുതലാളി ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു ചായ തോന്നി. ഞാൻ പറഞ്ഞു പുള്ളിയുടെ ചെറുമോനാണ് ഞാൻ. പുള്ളി വർക്കലക്കാരനാണ്. ദൈവോമൻ മരണപ്പെട്ടു എന്റെ മാമയുടെ സുഹൃത്താണ്. അദ്ദേഹത്തിനോട് ജ്വല്ലറി ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. അപ്പോ നമ്മൾ എവിടെ പോയാലും ആരായാലും തിരിച്ച് നമ്മളെ അറിയപ്പെടുന്നത് നമ്മളെ വീടും നമ്മളെ കുടുംബവും നമ്മുടെ നാട്ടുകാരനൊക്കെ ആയിട്ടാണ്. അപ്പോ ഞാൻ പറയും നമ്മുടെ വീഡിയോസൊക്കെ ഏറ്റവും കൂടുതൽ ഫാമിലി ഗ്രൂപ്പിലാണ് പോകാറുള്ളത്. എന്റെ ഫാമിലി ഗ്രൂപ്പിൽ വരാറില്ല, പക്ഷെ ബാക്കി എല്ലാവരുടെയും ഫാമിലി ഗ്രൂപ്പിൽ വീഡിയോസ് പോകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടെ പരാതി പറയും, എന്റെ വീട്ടിൽ മാത്രമുള്ള എന്റെ വീഡിയോന് വിലയില്ലാത്ത. അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയത് ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന നാസിനെ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ഉമ്മയുടെ, എന്റെ നാട്ടുകാരുടെ കുടുംബക്കാരുടെ സ്നേഹം ഞാൻ എന്റെ ഹൃദയം കൊണ്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ പ്രൗഡാണ്. കാരണം ബായുപാപ്പ നമ്മുടെ ക്രിക്കറ്റ് കളിക്കുമ്പോ പേടിച്ചായിരുന്നു അന്ന് കളിക്കുന്നത്. ബോൾ അപ്പുറത്ത് പോയാൽ പിന്നെ കിട്ടൂല, ബായുപാപ്പ തരൂല. പിന്നെ
ഉണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് ബോളെടുത്ത് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ കാണാനൊക്കെ സാധിച്ചാൽ വലിയ സന്തോഷമുണ്ട്. എന്റെ പ്രോഗ്രാം കണ്ടിട്ടുള്ള ആരൊക്കെ ഉണ്ട്? ജസ്റ്റ് ഒന്ന് പലരും മോട്ടിവേഷണൽ സ്പീക്കർ എന്നൊക്കെ വിളിക്കുമായിരുന്നു. ഞാൻ പറയും മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് വിളിക്കരുത്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ആർക്കും ആരെയും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. ആത്യന്തികമായി പെർമനന്റ്ലി മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത്. 2ാം ക്ലാസ്സിൽ മധു സാറാണ് എന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റുന്നത്. സിനിമാ നടൻ മധു. ഞാനും എന്റെ പെങ്ങളും മധു സാറിന്റെ സ്കൂളിലാണ് പഠിച്ചത്. അന്ന് മധു സാറിന്റെ ഒരു വിഷനായിരുന്നു കുട്ടികളെ എല്ലാവരും കലാകാരന്മാരാക്കണമെന്ന്. കാരണം പുള്ളി കലാകാരനായതുകൊണ്ടാണല്ലോ സക്സസ്ഫുൾ ആയത്. അപ്പോൾ സക്സസ്ഫുൾ ആകണമെങ്കിൽ പുള്ളി വിചാരിക്കുന്നത് കലാകാരനാകണമെന്നാണ്. അപ്പൊ എല്ലാവരെയും DKMA എന്ന് പറഞ്ഞൊരു പീരീഡ് ഉണ്ട്, ഡാൻസ്, കരാട്ടെ, മ്യൂസിക്, ആർട്സ്. ഇതിലേതെങ്കിലും ഒന്നിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. അങ്ങനെ സ്റ്റേജിൽ കയറിയ ആളാണ്. പക്ഷെ പിന്നീട് എന്റെ ഉമ്മ ഒരൊറ്റ ആള് കാരണമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കാൻ ഉള്ള കാരണം ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഉമ്മ പ്രോത്സാഹിപ്പിക്കും. സ്റ്റേജിൽ കയറി അടിപൊളിയാണെന്നാണ്. സ്റ്റേജിൽ കയറി ഞാൻ എന്ത് പ്രോഗ്രാം ചെയ്താലും ഉമ്മ ബാക്കിൽ നിന്ന് ഇങ്ങനെ ക്ലാപ്പ് ചെയ്യും. അപ്പോ വീട്ടിൽ വരുന്നത് വരെ അന്ന് അവിടെ നടന്ന സ്റ്റേജിന്റെ പുറത്ത് നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ എൻകറേജ് ചെയ്യും. ഞാൻ എപ്പോഴും പറയും പാരന്റ്സിനോടാണല്ലോ, കുട്ടികളുടെ കുറവിലല്ല നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, അവരുടെ കൂടുതൽ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൽ വർക്ക് ചെയ്യണം. അതായത് ഇപ്പോ മാത്സിൽ വീക്ക് ആണെങ്കിൽ മാത്സിനല്ല ട്യൂഷൻ കൊടുക്കണം. അവൻ ഇംഗ്ലീഷ് സ്ട്രോങ് ആണെങ്കിൽ അതിന് ട്യൂഷൻ കൊടുക്കും. നമ്മള് വീക്ക്നെസ്സിലല്ലേ നമ്മൾ വർക്ക് ചെയ്യുള്ളൂ, അല്ലെ? അങ്ങനെയല്ലേ സാധാരണ. എവിടെയെങ്കിലും വീക്ക് ആവുമ്പോ അതിൽ നമ്മൾ വർക്ക് ചെയ്യും. ശരിക്കും ചെയ്യേണ്ടത് വീക്ക്നെസ്സിലല്ല, നമ്മുടെ സ്ട്രെങ്ത് കണ്ടുപിടിച്ചിട്ട് അതിൽ വർക്ക് ചെയ്യണം. അതിൽ അവനെ എൻകറേജ് ചെയ്യണം. അവന് ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രോത്സാഹനം കൊടുക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് നമ്മുടെ സ്ട്രെങ്ത് കൂടുതൽ വലുതാവുന്നത്. വീക്ക്നെസ്സിലല്ല നമ്മൾ പണിയെടുക്കേണ്ടത്, സ്ട്രെങ്ത്തിൽ പണിയെടുക്കണം. അപ്പൊ ഇന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഏതാണ് സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഏത് വിഷയത്തിലാണോ വീക്ക്, ആ വിഷയത്തെ മാറ്റി നിർത്തിയിട്ട് എവിടെയാണോ സ്ട്രോങ് ആ വിഷയത്തിൽ കൂടുതൽ അവരെ എംപവർ ചെയ്യണം. എന്റെ ആദ്യത്തെ വീഡിയോ 10 മില്യൺ ആൾക്കാർ കണ്ട ഒരു വീഡിയോ. 10 മില്യൺ ആൾക്കാർ. 10 മില്യൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. 10 മില്യൺ ആൾക്കാർ കണ്ട ഒരു വീഡിയോ ഉണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ പഠിക്കൂല എന്ന് ഈ മക്കളോട് സ്നേഹം കൊണ്ട് പറയുന്നതാണ്. ചിലര് ഗതികെട്ടും പറയും പഠിക്കൂല, ബുക്ക് എടുത്താ പഠിക്കൂല, കളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. ഇത്തരം ഈ സ്റ്റേറ്റ്മെന്റുകൾ പലപ്പോഴും കുട്ടികളുടെ സബ് കോൺഷ്യസ് മനസ്സിനെ, ഉപബോധ മനസ്സിനെ വല്ലാണ്ട് സ്വാധീനിക്കും. ഒരു പരിധി കഴിയുമ്പോൾ അവൻ കരുതും ഞാൻ പഠിക്കൂല. നിരന്തരമായി നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനുഷ്യന്റെ മനസ്സതിനെ സ്പോഞ്ച് പോലെ അബ്സോർബ് ചെയ്യും. സ്പോഞ്ചിൽ വെള്ളം ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കണം, അതുപോലെയാണ് വാക്കുകൾ. നമ്മൾ ഈ നിരന്തരമായി പറയുന്ന വാക്കുകൾ മനുഷ്യന്റെ മനസ്സിൽ, പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യും. അപ്പൊ പഠിക്കില്ല, ഒരു വക പഠിക്കില്ല, അപ്പൊ കഴിക്കില്ല എന്ന് പറയുന്നത്, ഒരു വക കഴിക്കില്ല. ഇത് നിരന്തരമായി കേട്ട് കഴിയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സ് അത് അബ്സോർബ് ചെയ്തിട്ട് അവൻ വിശ്വസിക്കാൻ തുടങ്ങും. എന്താണ്? ഞാൻ പഠിക്കില്ല. പിന്നെ അവൻ പഠിക്കില്ല. പിന്നെ ബുക്ക് എടുത്താൽ ഈ ഉപബോധ മനസ്സ് അവനോട് പറയും നീ പഠിക്കില്ല, അദ്ദേഹത്തിന് നീ ബുക്കില്ല, നോക്കി നീ പോയി കളിക്കാൻ പറയും. ആരെ? അവന്റെ ചിന്തകൾ അവനോട് പറയും. അപ്പൊ അത്തരം ചിന്തകൾ നമ്മൾ കുട്ടികളുടെ മനസ്സിൽ ഇട്ടുകൊടുക്കരുത്. വേണ്ടത് പറയണം, അവനെ പ്രോത്സാഹിപ്പിക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇപ്പൊ എന്റെ ഉമ്മ പറഞ്ഞതുപോലെ സ്റ്റേജിൽ കയറിയപ്പോ ഞാൻ അത്ര അടിപൊളിയൊന്നും ആയിരുന്നില്ല, പക്ഷെ ഉമ്മ നിരന്തരമായി പറയുമായിരുന്നു അടിപൊളിയാണ്. അങ്ങനെ പറഞ്ഞ് ഒരു സമയത്ത് എനിക്ക് തന്നെ വിശ്വാസമായി ഞാൻ അടിപൊളിയാണ്. പിന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ എന്റെ ഭാര്യ വന്നു, എന്റെ പെങ്ങള് വന്നു, കുടുംബക്കാർ വന്നു. ആദ്യമൊക്കെ ഞാൻ പറയാം എനിക്ക് 3 ലൈക്കേ കിട്ടുള്ളായിരുന്നു. ഒന്ന് എന്റെ ഭാര്യ, പിന്നെ പെങ്ങള്, പിന്നെ ഉമ്മയുടെ ഫോണിൽ നിന്ന് ഞാനെടുത്ത് ലൈക്ക് ചെയ്യും. 3 പെണ്ണുങ്ങളുടെ ലൈക്കിൽ രക്ഷപ്പെട്ട ആളാണ് ഞാൻ. ഇപ്പോ ഞാൻ ആസ് വി സ്പീക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ എനിക്ക് ക്ലോസ് ടു 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. ഇതിലേക്കൊക്കെ എത്തിയത് അൽഹംദുലില്ലാഹ് ഇതിലേക്കൊക്കെ എത്തിയത് ഉമ്മ എന്ന വ്യക്തിയുടെ സ്നേഹമാണ്, സപ്പോർട്ടാണ്. അപ്പൊ ഇവിടെ ഒരുപാട് ഉമ്മമാരുണ്ട്. അപ്പോ മക്കളെ ചേർത്ത് പിടിച്ച് ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രോത്സാഹനം കൊടുക്കണം. നല്ല രീതിയിലേക്ക് വരാനായിട്ട് പ്രാർത്ഥിക്കണം. എവിടെ കറങ്ങിപ്പോയാലും തിരിച്ചവർ ഒരു ദിവസം നിങ്ങളെ പ്രൗഡാക്കാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത്ര മാത്രം പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതൊക്കെ നടയുടെയൊക്കെ ഒരു പൊതു സ്വത്തുക്കളാണ്.
ഇത് ഇദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അസ്ലാംക്കായ വിളിക്കുന്നു. ചെറുതും വലുതുമായിട്ടുള്ള ഹെൽപ്ഫുൾ ഫാമിലിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രീ റിയാസ് ഹക്കീം സാറാണ്. സാറിൻ്റെ വീഡിയോസ് എൻ്റെ ഫാമിലി എല്ലാവരും കാണാറുണ്ട്. നല്ല നല്ല വാക്കുകളാണ് സാറ് പറയുന്നത്. അപ്പോൾ താങ്ക് യു. सब कुछ बिखरा 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 सा रोता रोता चुप माहे चुप है रांझा बोल कैसे वे ना जा बोल कैसे वे ना जा 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 बोल कैसे वे ना जा बोल कैसे वे ना जा चुप माही चुप है रांझा जा जा मेरी ढोलने आया ढोला मेरी ढोलने आया ढोला मेरी ढोलने आया ढोला मेरी ढोलने आया ढोला और अब भी खेल ही खेले रोज लगावे मेले खेंदा कुछ न बदला सुत बोले हर वेले और अब भी खेल ही खेले रोज लगावे मेले कहना कुछ न बदला चुप बोले हर वेले चुप माहे चुप है रांझा बोल कैसे वे ना जा बोल कैसे वे ना जा 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 دي بركة كعب وهتعملها قصاد الدنيا هتقولها وخد بقى عهد تعدلها سكت كتير خدت ايه مصر بسكوتك ما تستخسرش فيها صوتك بتكتب بكرة بشروطك دي بشرة خير قوم نادي عالصعيدي وابن اخوك البورسعيدي والشباب الاسكندراني اللمة دي لمة رجال وانا هاجي مع السوهاجي والقناوي والسيناوي والمحلاوي اللي مية مية والنوبة الجمال ما توصيش السوايسة الدنيا هايصة كده كده والاسماعيلاوية يا مكادوا العدا كلمني عالشرقوة واحنا ويا بعض اقوى واحنا ويا بعض اقوى واملنا كبير نادي عالصعيدي وابن اخوك البورسعيدي والشباب الاسكندراني اللمة دي لمة رجال وانا هاجي مع السوهاجي والقناوي والسيناوي والمحلاوي اللي مية مية والنوبة الجمال ما توصيش السوايسة الدنيا هايصة كده كده والاسماعيلاوية يا مكادوا العدا كلمني عالشرقوة واحنا ويا بعض اقوى واحنا ويا بعض اقوى واملنا كبير നമ്മുടെ നാസ് ഫാമിലി എന്ന് പറഞ്ഞാൽ കുറേ ഹെൽപ്ഫുൾ ആയിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ഹെൽപ്ഫുൾ തിങ്സ് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഒരു ഗെറ്റ് ടുഗെദർ ആണ്. ഈ ഒരു ഗെറ്റ് ടുഗെദർ നല്ല വൈബും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ നാസ് ഫാമിലിൻ്റെ അംഗൻവാടിസ് കുറച്ച് ഇന്നത്തെ ഡേറ്റിനെ പറ്റി സംസാരിക്കാൻ പോവുകയാണ്. യാസിന്റെ ഒരു ഗെറ്റ് ടുഗദർ UAE നാഷണൽ ഡേ 53ാം നാഷണൽ ഡേ ആയിട്ട് പ്രമാണിച്ച് നാസിന്റെ കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് കൂടി ഇന്നൊരു ബോട്ട് യാത്ര സംഘടിപ്പിച്ചു. അതിൽ നമുക്ക് 2 വിശിഷ്ട അതിഥികളാണ് ഉണ്ടായിരുന്നത്. പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറും ഒരു ട്രെയിനിയുമായ റിയാസ് ഹക്കീം. അദ്ദേഹം വളരെ പ്രശസ്തനാണ്. മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള ഒരാൾ നമ്മളോടൊപ്പം യാത്രയിൽ അതീവ സന്തോഷമുണ്ട്. അതേപോലെ നമുക്ക് പുതിയൊരു ബ്ലോഗറായിട്ട് വന്നിട്ടുള്ള നിഷ വേൾഡ്, ആ
നിഹാസ് വേൾഡ്, ആ മോളും ഞങ്ങളെ അതിഥിയായിട്ടുണ്ടായിരുന്നു. ഏറെ സന്തോഷവും നിറഞ്ഞൊരു നിമിഷവും ഒരു ദിവസവുമാണെന്ന്. ഈ പങ്കെടുത്ത നാസിലെ എല്ലാ നടയറാത്ത എല്ലാ അംഗങ്ങളെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതേപോലെ ഇതിനു വേണ്ടിയിട്ട് സഹകരിച്ച് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. അപ്പൊ ഇതാണ് നമ്മുടെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഫാമിലിയിലെ ഈ ഒരു നാഷണൽ ഡേ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.